Bless Mega Bible Quiz 2026 എപ്പിസോഡ് 135 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 59 മുതൽ 62 വരെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരി ഉത്തരം എന്താന്നുള്ളത് നോക്കാട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 3 അക്ഷരമുള്ള ഒരിനം പാത്രത്തിന്റെ പേരെന്ത്? ഉത്തരം വട്ടക. സങ്കീർത്തനങ്ങൾ 60:8 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, 2 സ്ഥലങ്ങളിലുള്ള ഒരേ കൂട്ടരെ യുദ്ധം ചെയ്തത് ആര്? 2 സ്ഥലങ്ങൾ ഏതെല്ലാം? ഒരേ കൂട്ടർ ആരാണ്? ഇതാണ് ക്വസ്റ്റ്യൻസ്. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം വ്യക്തി എന്നുള്ളത് യോവാബാണ്. സ്ഥലം മെസ്സൊപ്പൊത്തോമിയ, സോബ എന്നുള്ള 2 സ്ഥലങ്ങളാണ്. ഒരേ കൂട്ടർ എന്നുള്ളത് ആരാമ്യർ ആണ്. സങ്കീർത്തനങ്ങൾ 60 തലക്കെട്ടിലാണ് ഇത് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭാരം അളക്കുന്ന ഒരു അളവ് ഉപകരണം ഏത്? ഉത്തരം തുലാസ്. സങ്കീർത്തനങ്ങൾ 62:9 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ആരുടെ നാവിലാണ് ആയുധമുള്ളത്? ആയുധം ഏത്? ഇതായിരുന്നു ചോദ്യം. നീതികെട്ട ദ്രോഹികളുടെ വാൾ എന്നുള്ളതാണ് കേട്ടോ. സങ്കീർത്തനങ്ങൾ 59:5-7 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പൗലോസ് കൊരിന്ത്യരുടെ ഇടയിൽ ഇരുന്നത് എപ്രകാരമായിരുന്നു? 3 കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഉത്തരം ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 2:3 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. ശരി ഉത്തരം വായിച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 63 മുതൽ 66 വരെ 1 കൊരിന്ത്യർ 3-ാം അധ്യായം. ഇതൊക്കെയാണ് പോർഷൻസ്. അപ്പൊ നന്നായിട്ട് വായിച്ച് പഠിച്ചോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then it's me Angel signing off. Bye and take care.